മാം അവരുടെ ഇനിയിപ്പോ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ, പ്രിപ്പയർഡ് ആണോ അതോ? എല്ലാം സെറ്റാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇവർക്ക് ചെന്നതിന്റെ 2 ദിവസം കഴിയുമ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് സ്കൂളായിട്ട് തന്നെ. അപ്പൊ അവിടെ ചെന്ന് അവർക്ക് ആ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യണം, അവിടുത്തെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കണം, ഫൈനൽ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കണം. പിന്നെ ഇവരുടെ വിസ ചേഞ്ച് ചെയ്ത് അവിടുത്തെ ഒരു 3 ഇയർ വിസയിലേക്ക് മാറ്റണം. അവരുടെ എല്ലാം അപ്പാർട്ട്മെന്റ്സും അവരുടെ സ്റ്റേയും എല്ലാം റെഡിയാണ്. ഇവർക്ക് ചെല്ലുമ്പോൾ തന്നെ അന്ന് മുതൽ അവിടെ സ്റ്റേ ചെയ്യാം. ഇവിടെ പഠിച്ച എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒന്നും വളരെ അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ അവിടെ A1 തൊട്ട് B2 വരെ പഠിച്ചതാ. അടിപൊളി. എനിക്ക് B2 ജിതരാമന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പഠിച്ച ടൈമിൽ ലൈബ്രറി അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതും നൈസായിരുന്നു, അടിപൊളിയായിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഉണ്ടായിരുന്നല്ലോ. C1 C2 ക്വാളിഫൈഡ് ടീച്ചേഴ്സ് എനിക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം എന്താ പറയാ, എൽക്ക മാം ആണെങ്കിലും മോസ്റ്റ്ലി ക്ലാസ്സസ് ജർമ്മനിലും ഇംഗ്ലീഷിലും എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സ്പീക്കിംഗ് കുറച്ചുകൂടെ പറ്റുന്നുണ്ടായിരുന്നു. BSc നഴ്സിംഗും ഹൗസ്ഫുള്ളും നമ്മുടെ ഡിഫറൻസ് എടുക്കുന്നത് സാറിനോട് കഴിയാം. ഇത് തമ്മില് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും 3 ഇയേഴ്സ് കോഴ്സാണ്. മറ്റേതൊരു ഡിപ്ലോമ കോഴ്സും ഇതൊരു BSc കോഴ്സാണ്. ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ ജർമ്മനി, ഓസ്ട്രിയ അതുപോലുള്ള കൺട്രീസിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. BSc ആണെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതും സ്റ്റൈഫൻഡോടുകൂടി തന്നെയാണ് പഠിക്കുന്നത്. പ്രോസസിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഹെൽപ്പ് ചെയ്തായിരുന്നു അവര്? പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ഏജൻസികളിലാണെങ്കിൽ വളരെ പണവും മുടക്കി വളരെ നാൾ അലയേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടി. So our first batch from Boundless is going to Austria. What would you like to say, right? I'm very much proud for the students. I teach a lot of them and I saw how they were growing the last year, and it's amazing, and in such a short time they reached this high German level, and yeah, I'm with them, excited, nervous to see how it goes. ഇപ്പൊ മോള് പോവാൻ നിൽക്കുവാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഹാപ്പിയാ? സന്തോഷം. എല്ലാരും കൂടെ ഒരുമിച്ചൊക്കെ പോകുമ്പം അവര് ഹാപ്പിയാ, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാ. എന്നാലും ഞങ്ങളെ വിട്ട് പോകുമ്പോൾ ഉള്ള ഒരു വിഷമമുണ്ടെന്ന് മാത്രം. നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് പോകുന്നതില്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാം ആണെങ്കിലും എല്ലാ കാര്യത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും പുറകിൽ നിന്ന് ബാക്കിപ്പായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഇവിടുത്തെ B2 എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സാം പ്രിപ്പറേഷൻ നല്ല ഇതായിരുന്നു. എൽക്ക മാം ആയിരുന്നു എന്നെ അസിസ്റ്റ് ചെയ്ത്. അപ്പൊ നന്നായിട്ട് എല്ലാം പറഞ്ഞുതരും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഏജൻസി വെച്ച് നോക്കുമ്പം റേറ്റ് കുറവാണ്. പിന്നെ സ്പീഡുണ്ട്. ഞാൻ അതായത് ഏപ്രിൽ പാസ്സായി കഴിഞ്ഞ് ഒട്ടും താമസിച്ചില്ല, 5-6 മാസം എടുത്തുള്ളൂ എല്ലാം കഴിയാൻ. കറക്റ്റ് ആ ഒരു 6 months ഗ്യാപ്പ് തന്നെ പ്രോസസ്സിങ്ങിന് എല്ലാത്തിനും ഇവരെ ഏജൻസി കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ബാച്ചിലേക്കുള്ള സ്റ്റുഡൻസിനായിട്ട് എന്താണ് പറയാനുള്ളത്? അടുത്ത ബാച്ചിലേക്കുള്ള സ്റ്റുഡൻസിനായിട്ട് ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് BSc നഴ്സിംഗ് പഠിക്കുക എന്നുള്ളത് തന്നെ. അത് ഓസ്ട്രിയ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇതിലൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നല്ലതായിരുന്നു. 10 days ക്ലാസ് ആയാലും ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. So as a German native, what do you think would be most challenging for them? I think the most challenge will be the climate and the food. Because these cases I faced when I came to India. So other things it's able to manage, but food issues could be a big challenge for them. Yes. And do you think our students could manage it? Definitely, for sure. Definitely, yes. Boundless, growing beyond cultures.